Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Okay. എല്ലാവർക്കും ആയില്ലേ? ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയില്ലേ? Yes. Okay. 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 പേജ് നമ്പർ 61 ആണോ? എല്ലാവരും സുഖമായിരിക്കുന്നോ? യെസ്, സുഖമായിരിക്കുന്നു. പടത്തിന് പോയിരുന്ന ആരെങ്കിലും? എമ്പുരാൻ കാണാൻ പോയിരുന്ന നിങ്ങളാ? ഇവിടുത്തെ ഷോ കണ്ടില്ല? പോണം അല്ലേ? മോഹൻലാൽ ഫാൻസ് ആണോ? അതെ. ഇനിയിപ്പോ കുട്ടികൾക്കൊക്കെ ഇന്ന് തുടങ്ങി വെക്കേഷൻ ആവുമല്ലോ. ഇന്നിപ്പോ എക്സാം തീരുമല്ലോ. ഇന്ന് നാളേക്കായിട്ട് എക്സാം തരില്ലേ? ഓക്കെ. 10th എക്സാം എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും 10th എഴുതുന്നുണ്ടോ? SSLC എഴുതുന്ന കുട്ടികളുടെ പാരന്റ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. യെസ്, അപ്പൊ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പടമൊക്കെ കാണാൻ കറങ്ങാനൊക്കെ പോവാ അല്ലെ? നമുക്ക് ക്ലാസ് ഉണ്ടാവും. പക്ഷെ 2 മാസം പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും അല്ലെ? 2 മാസം വെക്കേഷനൊക്കെ പണ്ടൊക്കെ ഒരുപാട് സമയമുള്ള പോലെയൊക്കെ തോന്നി. ഇപ്പൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകും. എന്തിനാ വെക്കേഷൻ വെച്ചിട്ട് എല്ലാവർക്കും മൊബൈൽ ഫോൺ നോക്കിയിരിക്കാനല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ പോണം. ഞാൻ എല്ലാ സിനിമയും കാണാനുള്ളതായിരുന്നു. ഇന്ന് വൈകിട്ട് പോണം. ഞാൻ എല്ലാവരുടെയും സിനിമ കാണാൻ ഇന്നയാളുടെ ആളുടെ ഫാൻസ് ഒന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെയും സിനിമ നമ്മുടെ വീട്ടിലൂടെ തന്നെയാ പറവൂരാണ്. ഓക്കെ. 48 പേരായിട്ടുള്ളൂ. ബാക്കിയുള്ളവർ കയറട്ടെ അല്ലേ? സിനിമയ്ക്കൊന്നും പോവാറില്ലാണോ? എന്താണോ എന്ത് പറ്റി? 2 മണിക്കൂർ വെറുതെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ? ആയിക്കോട്ടെ. നോർത്ത് പറവൂരാണോ വീട്? നോർത്ത് പറവൂർ. നിമ്മിയുടെ വീട് എവിടെയാണോ? നിമ്മി ജോസ്. ഓക്കെ. നിങ്ങള് മൂകാംബിക അമ്പലം അറിയാവോ? ദക്ഷിണ മൂകാംബിക അമ്പലം. വടക്കുംപുറം. ഓക്കെ, വടക്കുംപുറം നമ്മുടെ തൊട്ടടുത്തല്ലോ. ആ, മൂകാംബിക അമ്പലത്തിന് പുറകിലായിട്ടാണ് എന്റെ വീട്. അമ്പലത്തിൽ വരുമ്പോ വിളിക്കൂ. യെസ്. ഓക്കെ. ആ, ഞങ്ങൾ എഴുത്തിനിരുത്താൻ വരാറുണ്ടല്ലേ മറ്റേ വിജയദശമിക്ക്?
ഓക്കെ, നമ്മള് പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ പ്രിവെന്റീവ് മെഷേഴ്സ് പറഞ്ഞിരുന്നു. ഓക്കെ, എത്ര പോയിന്റ്സ് പറഞ്ഞു? ഓക്കെ നിമി. നാച്ചുറൽ റബ്ബർ ലാക്ടെക്സ് വരെ പറഞ്ഞു അല്ലെ, നഴ്സസിന്റെ സെൻസിറ്റീവ് അവിടെ വരെ അല്ലേ പറഞ്ഞത്, 6th പോയിന്റ് അല്ലേ? Then 7th point കൂടി പറയണം. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ അല്ലേ? 6th പോയിന്റ് വരെ ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് നമ്മൾ തിയേറ്റേഴ്സിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. എന്തെങ്കിലും തരത്തിലുള്ള ഹസാർഡ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്ന് പ്രിവെൻഷൻ നേടാനുള്ള കുറച്ച് മെഷേഴ്സ് ആണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി വരുന്ന 7th പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Follow established and appropriate infection control precautions assuming blood body fluids. Follow established and appropriate infection control precautions assuming blood body fluids. എന്തിൽ നിന്നുള്ള പ്രിക്കോഷൻസ് നേടാനാണ് പറയുന്നത്? അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ്. എന്തിൽ നിന്നും? അതായത് തിയേറ്റേഴ്സിൽ ഇടപെടുന്ന സമയത്ത് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ എന്തെങ്കിലും തന്നെ എന്താണ് ശരീരത്തിൽ പറ്റിപ്പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാനായിട്ട് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ മെത്തേഡ്സുകൾ യൂസ് ചെയ്തിരിക്കണം. എന്തൊക്കെ മെത്തേഡ്സ് അതിൽ യൂസ് ചെയ്യാൻ സാധിക്കും? ഈ ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡൊക്കെ നമ്മുടെ കൈകളിൽ പടരാതിരിക്കാനായിട്ട് എന്തൊക്കെയായിരിക്കും യൂസ് ചെയ്യേണ്ടത്? നമ്മള് ഫസ്റ്റ് ഹാൻഡ് സ്ക്രബിങ് വേണം അല്ലെ, ഹാൻഡ് സ്ക്രബിങ് ചെയ്യുക. പിന്നെ PPE വെയർ ചെയ്യുക അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യണം. എന്തൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ നമ്മൾ പഠിച്ചത്? എന്തൊക്കെയാണ്? ഗ്ലൗസസ്, മാസ്ക്, ഗൗൺസ്, ഐ ഷീൽഡ്സ്, ക്യാപ്സ്. ഓക്കെ, യെസ്. Then use sanitizer. പിന്നെ എന്താണ്? സാനിറ്റൈസർ കൂടി യൂസ് ചെയ്യണം. അപ്പൊ അതൊക്കെയാണ് ഈ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ കടരാതിരിക്കാനായിട്ട് നമ്മൾ നേരത്തെ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എന്താണ്? PPE എപ്പോഴും തന്നെ വെയർ ചെയ്തിരിക്കണം, ഗ്ലൗസ് എപ്പോഴും ധരിച്ചിട്ടുണ്ടായിരിക്കണം, എപ്പോഴും തന്നെ ഹാൻഡ് സ്ക്രബ് ചെയ്തിരിക്കണം. ഓക്കെ, യെസ്. നമ്മളിപ്പോ തിയേറ്ററിൽ അല്ലാതെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നഴ്സുമാർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പൊ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു റെക്കോർഡ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഷെൽഫ് തുറന്നാൽ തന്നെ പിന്നീട് പെട്ടെന്ന് തന്നെ അവർ ആ സ്പ്രേ എടുത്തിട്ട് കയ്യിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ റബ് ചെയ്യുന്നുണ്ടല്ലേ നമ്മള്. ഉടനടി തന്നെ എന്താണ് പ്രിക്കോഷൻസ് ആണ്. അതും വലിയൊരു പ്രിക്കോഷൻ തന്നെ. എന്താണ്? ഇൻഫെക്ഷൻസ് ഒന്നും പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തില് സാനിറ്റൈസിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് തയ്യാറായിരിക്കണം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ്. എന്തായാലും ഒരു തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സും സ്വീകരിക്കേണ്ടതാണ്. ഓക്കെ, then അത് റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. വാഷ് ഹാൻഡ്സ് ആൻഡ് other exposed skin surface after coming into contact with the blood or body fluids. Wash hands and other exposed skin surface after coming into contact with the blood or body fluids. എന്താണ്? ആ പോയിന്റ് ആയിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. എക്സ്പോസ്ഡ് സ്കിൻ സർഫേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോസ്ഡ് സ്കിൻ സർഫേസസ് ഇത് നമ്മുടെ തുറന്നിരിക്കുന്ന ഭാഗങ്ങൾ അല്ലെ, കാണാൻ പറ്റുന്ന ശരീരഭാഗങ്ങൾ. അതായത് പ്രത്യേകിച്ച് നമ്മളുടെ മുട്ടുകൈ തുടങ്ങി ഈ കൈന്റെ ബാക്കിയുള്ള പ്രതലങ്ങൾ, അവിടേക്ക് എന്താണ്? ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ അതുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ ടെസ്റ്റ്, പ്രത്യേകിച്ച് ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് അതിൽ കോണ്ടാക്ട് വരാൻ പാടില്ല. എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? വാഷിംഗ് ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി എന്താണ്? കൈകൾ കൃത്യമായിട്ട് വാഷ് ചെയ്തുകൊണ്ടെങ്കിൽ ഇരിക്കണം. ഓക്കെ, യെസ്. Wash hands and other exposed skin surfaces after coming into contact with blood or body fluids. Okay. Then third point എന്താണ്?
Provide lifting aids for the lifting and shift of heavy patients. Consult an occupational safety specialist on the safe handling of heavy patients. Provide lifting aids for lifting and shift of heavy patients. ഇവിടെ എന്താ പറയുന്നത്? ഏത് വിധത്തിലുള്ള പേഷ്യൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്? ഹെവി പേഷ്യൻസ് അല്ലെ, അമിത ഭാരമുള്ള പേഷ്യൻസിനെ നമ്മൾക്ക് ഒറ്റയ്ക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? ഒറ്റയ്ക്ക് നിവർത്താനും അല്ലെങ്കിൽ അവരെ മാറ്റിയെത്താനൊക്കെ സാധിക്കുമോ? ഇല്ല. കൂടുതൽ പേഷ്യൻസ് ആണോ? ഹെവി പേഷ്യൻസ് എന്ന് പറയുന്നത് ആരാണ്? അമിത ഭാരമുള്ള പേഷ്യൻസ് അല്ലെ. അമിത ഭാരമുള്ള, അതായത് ഇപ്പൊ ഒബീസിറ്റി, പൊണ്ണത്തടിയുള്ള പേഷ്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം മൂലം ശരീരഭാരം കൂട്ടിയവരുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മള് എന്താണ് കൈകാര്യം ചെയ്യുമ്പോ എന്താണ് ചെയ്യേണ്ടത്? ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ ഉപയോഗിക്കണം. അതായത് എന്തൊക്കെയാണ് ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ എന്ന് പറയുന്നത്? വീൽ ചെയേഴ്സ്, സ്ട്രക്ചേഴ്സ്, ദെൻ അത്തരത്തിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, മറ്റ് തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളും ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ വീൽ ചെയർ ആയിരിക്കും ഉപയോഗിക്കുക, വീൽ ചെയറും സ്ട്രക്ചർ ആയിരിക്കും എസ്പെഷ്യലി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അത് മാത്രമല്ല, കൺസൾട്ട് ആൻഡ് ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് ഓൺ ദ സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് ഹെവി പേഷ്യൻസ്. നമ്മള് സ്ട്രക്ചറിലും വീൽ ചെയറിലൊക്കെയാണ് പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത് എങ്കിലും എന്താണ് അത് എങ്ങനെയൊക്കെ അവർ അതിൽ നിന്നൊക്കെ മാറ്റണം അല്ലെ, എങ്ങനെ ഇരുത്തണം, ഏത് രീതിയിൽ പിടിച്ചിട്ട് വേണം അവരെ സേഫ് ആയിട്ട് അതിലേക്ക് മാറ്റാനായിട്ട് അല്ലെ. അപ്പൊ ഒരു ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിൽ നിന്ന് നമ്മൾ നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് വേണം ഹെവി പേഷ്യൻസിനെ വീൽ ചെയറിലേക്കോ സ്ട്രക്ചറിലേക്കോ മാറ്റുവാനായിട്ട്. ഓക്കെ, സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് നമ്മളിപ്പോ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈവിട്ടുപോയ പേഷ്യൻസ് താഴെ വീഴും. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ആരുടെയാണ്? ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്. ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഹെവി പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതായത് നമ്മൾ നോർമലി ഇറക്കി കയറ്റുന്നത് പോലെയല്ല ഹെവി പേഷ്യൻസിനെ എടുക്കുന്നത്. സാധാരണ ആൾക്കാരെ മാറ്റുന്നത് പോലെയല്ല, ഈ വീൽ ചെയറിലേക്ക് ഇരുത്തുന്നത് പോലെയല്ല ഭാരമുള്ള പേഷ്യൻസിനെ എടുക്കുന്ന സമയത്ത് അല്ലെ. ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ലിപ്പായി കൈ ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പ്രത്യേക രീതി ഉണ്ടാവും അല്ലെ, അവരെ പിടിക്കുന്നതിലും അല്ലെങ്കിൽ അവരെ മാറ്റുന്നതിനും പ്രത്യേക രീതി ഉണ്ടാവും. അതാരായിരിക്കും പറഞ്ഞു തരുന്നത്? ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റുകൾ ആയിരിക്കും. ഓക്കെ, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ സേഫ് ആയിട്ട് ഹെവി പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, യെസ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്. ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്. എന്താ അവിടെ പറയുന്നത്? അതായത് കൃത്യമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം. പ്രത്യേകിച്ച് അനസ്തെറ്റിക് അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസ് ലീക്കേജസ് ഉണ്ടോയെന്നത് ചെക്ക് ചെയ്യണം. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്തെങ്കിലും ലീക്കേജസ് ഉണ്ടെന്ന്? എങ്ങനെയായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്? വാതക ചോർച്ച ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കും? സ്മെല്ല് അല്ലെ, സ്മെല്ല് മനസ്സിലാക്കും. ഡേഞ്ചറസ് ആയിട്ടുള്ള സ്മെല്ല് ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കാം? ഏതെങ്കിലും പ്രത്യേകിച്ച് അനസ്തെറ്റിക് ഗ്യാസ് എന്നൊക്കെ പറയുമ്പോൾ ഏതൊക്കെയാണ് അനസ്തെറ്റിക് ഗ്യാസുകൾ? നൈട്രിക് ഓക്സൈഡുകൾ, ദെൻ ഹാലോജൻ, അതൊക്കെയാണ് അനസ്തെറ്റിക് കൊടുക്കുന്ന ഗ്യാസുകൾ എന്ന് പറയുന്നത്. അതിൽ എന്തെങ്കിലും ലീക്കേജസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്മെല്ല് പോലും നമുക്ക് മനസ്സിലാകും വാതക ചോർച്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഏറ്റവും വലിയൊരു അപകടം തന്നെയാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണോ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. യെസ്. ഓക്കെ, ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജസ്. വാതക ചോർച്ച ഉടനടി തന്നെ പരിശോധിക്കുക. Then last point എന്താണ്? കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. ലാസ്റ്റ് പോയിന്റ് എന്താണ്? കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. എന്താ പറയുന്നത് എന്ന് പറഞ്ഞേ. കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തിൽ നിന്നുള്ള നിയന്ത്രണമാണ്? ഏതെങ്കിലും തരത്തിലുള്ള തീ അപകടങ്ങളിൽ നിന്നുള്ള നിയന്ത്രണം അല്ലെ, തീപിടുത്തം തടയല്, ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസിന് മൂലം അല്ലെങ്കിൽ ഫയർ എപ്പോഴും വേണ്ടി നമുക്ക് സംഭവിക്കാം അല്ലെ, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്തരത്തില് ഫയർ നിയന്ത്രിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസും എടുക്കേണ്ടതാണ്. അതിനുള്ള പ്രത്യേകമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, യെസ്. ഒന്നുകൂടി നോക്കാം.
ഫയർ ആൻഡ് സേഫ്റ്റി റൂൾസുകൾ സ്വീകരിച്ചു. എല്ലാ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും അതല്ലേ ഫയർ ആൻഡ് സേഫ്റ്റി റൂൾസ്. നമുക്കതൊരു ചാപ്റ്റർ തന്നെ വരുന്നുണ്ട്. 3rd 4 മൊഡ്യൂളൊക്കെ എത്തുമ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഹോസ്പിറ്റൽ സേഫ്റ്റി എങ്ങനെയാണ്, ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് ഇനി വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഫയർ എക്സിറ്റിന് നമ്മൾ ഏത് കളറാണ് കൊടുക്കുന്നത്? ഫയർ റെഡ് കളറാണ് അല്ലെ ഡിനോട്ട് ചെയ്യുന്നത്. അതിന് റെഡ് കളറാണ് റെസ്പോൺസ് കോഡ് ആയിട്ട് കൊടുക്കുന്നത്. യെസ്. ഓക്കെ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫോളോ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അസ്യൂമിംഗ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ്. ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസുകൾ എടുത്തിട്ട് മാത്രമായിരിക്കണം അതുമായിട്ട് കോണ്ടാക്ട്സ് വരാനായിട്ട്. പിന്നീട് ഇത്തരത്തിൽ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്ന സമയത്ത് എക്സ്പോസ്ഡ് സ്കിൻ സർഫേസിലേക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വരാതിരിക്കാനായിട്ട് എന്താണ് നമ്മള് ഫ്രീക്വന്റ്ലി ആയിട്ട് കൈകൾ കൃത്യമായിട്ട് വാഷ് ചെയ്തിരിക്കണം. പിന്നെ പ്രൊവൈഡിങ് ലിഫ്റ്റിംഗ് എയ്ഡ്സ് ഫോർ ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റ് ഓഫ് ഹെവി പേഷ്യൻസ്. ഹെവി പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? ഒരു ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം നമ്മള് പേഷ്യൻസിനെ നമ്മൾ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? വീൽ ചെയർസ്, സ്ട്രക്ചേഴ്സ് മുതലായവയായിരിക്കണം ഹെവി പേഷ്യൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വാതക ചോർച്ചകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിച്ചിരിക്കണം. പ്രത്യേകിച്ച് ഏതിന്റെയൊക്കെയാണ്? ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് അനസ്തെറ്റിക് ഗ്യാസിൽ ഏതെങ്കിലും ലീക്കേജസ് ഉണ്ടോ, അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസ് ലീക്കേജസ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അതിന്റെ പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. പിന്നെ കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. എന്താണ്? തീപിടുത്തത്തിൽ നിന്നുള്ള പൂർണ്ണമായ നിയന്ത്രണത്തിനുള്ള പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ടായിരിക്കണം. ഇത്രയൊക്കെയാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറെ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? ഓക്കെ. യെസ്. നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം. യെസ്. ഓക്കെ. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആർ. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആർ. അതായത് അടിയന്തര ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ്? എമർജൻസി എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, അടിയന്തരമായിട്ട് ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റ്സ്. ഇതിൽ ഏതായിരിക്കും? ഇതിലൊന്നും നോക്കാതെ പറഞ്ഞേ. എമർജൻസി എക്യുപ്മെന്റ് ഏതാണ്? എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ഏതാണ്? ഹാർട്ടിന്റെ പ്രവർത്തനം റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാണ്? യെസ്, ഡെഫിബ്രിലേറ്റർ അല്ലെ? ഡെഫിബ്രിലേറ്റേഴ്സ്. ഓക്കെ. നമുക്ക് നോക്കാം അടിയന്തര ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ്. ഓക്കെ. യെസ്, ഫസ്റ്റ് വൺ എന്താണ്? Cardiac trolley with the defibrillator has to be readily available. Cardiac trolley with the defibrillator has to be readily available. എന്താണ്? കാർഡിയാക് ട്രോളിയുമായി ബന്ധപ്പെട്ട്, അതായത് ഡെഫിബ്രിലേറ്റർ അടങ്ങുന്ന ആ ട്രോളി ഈസി ആയിട്ട് വളരെ എത്രയും പെട്ടെന്ന് തന്നെ എന്തായിരിക്കണം? അവൈലബിൾ ആയിരിക്കണം. യെസ്. ഓക്കെ ജൂബി.
എന്താണ് കാർഡിയാക് ട്രോളി വിത്ത് ഡെഫിബ്രിലേറ്റർ ഹാസ് ടു ബി റീഡ്ലി അവൈലബിൾ. എളുപ്പത്തിൽ ലഭ്യമായ ഡെഫിബ്രിലേറ്റർ ഉള്ള ട്രോളി എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് ദൂരെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ അത് അവിടെ പോയി എടുത്തു കൊണ്ടുവരാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ വന്നാൽ എന്താണ് ആ പേഷ്യന്റ് ലൈഫാണോ ആ പേഷ്യന്റ് ജീവനാണോ അവിടെ നഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എമർജൻസി സാഹചര്യങ്ങളിലുള്ള എക്യുപ്മെന്റ്സിലെല്ലാം തന്നെ തൊട്ടടുത്ത് ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഡെഫിബ്രിലേറ്റർ കാർഡിയാക് ട്രോളി വിത്ത് ഡെഫിബ്രിലേറ്റർ ഈസി ആയിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, do all personnel know its location? Do all personnel know its location? ഇവിടെ പേഴ്സണൽ എന്ന് പറയുന്നത് ആരെയാണ്? പേഴ്സണൽ സ്റ്റാഫുകൾ അല്ലെ, ഉദ്യോഗസ്ഥരെയാണ് പറയുന്നത്, സ്റ്റാഫുകളാണ്. അപ്പൊ അവർക്ക് എന്തറിഞ്ഞിരിക്കണം? Do all personnel know its location? എക്യുപ്മെന്റ്സിൽ എവിടെയാണ്, എല്ലാ എക്യുപ്മെന്റ്സിലും കൃത്യമായിരിക്കുന്നത് എവിടെയാണെന്നുള്ളതിന്റെ അലോക്കേഷൻസ്, ഏതൊക്കെ എക്യുപ്മെന്റ്സ് എവിടെ ഇരിക്കും എന്നുള്ളത് എല്ലാ പേഴ്സണൽസിനും എല്ലാ സ്റ്റാഫുകൾക്കും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ടു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. എല്ലാ എമർജൻസി എക്യുപ്മെന്റ്സിൽ എവിടെ ഇരിക്കുന്നെന്ന് എല്ലാ സ്റ്റാഫുകൾക്കും നിർബന്ധമായിട്ടും അതിന്റെ സ്ഥാനം ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ specific duties of each person to be performed in connection with emergency equipment. Checking of medicines which are expired and preventive maintenance of equipment. എന്താണ് അടുത്ത പോയിന്റിൽ പറയുന്നത്? സ്പെസിഫിക് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് പേഴ്സൺസ്. ഇനി ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ട് പ്രത്യേകമായിട്ടുള്ള ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഓരോ പേഴ്സൺസിനും ഓരോ സ്റ്റാഫുകൾക്കും സ്പെസിഫിക് ഡ്യൂട്ടീസ്, അതായത് പ്രത്യേകമായിട്ടുള്ള ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിപ്പോ പല പല മേഖലകളിലായിട്ട്, ഇപ്പൊ ടീച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന പല സെക്ഷനിലായിട്ടായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ പ്രത്യേകിച്ച് എമർജൻസി എക്യുപ്മെന്റ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം അല്ലെ. എമർജൻസി എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകളുണ്ടോ, അല്ലെങ്കിൽ അതിലുള്ള മെഡിസിൻസിൽ എക്സ്പയർഡ് ആണോ, എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾക്ക് മെയിൻ്റെനൻസ് വേണോ, റിപ്പയറിംഗ് ചെയ്യാനുള്ളത് ഏതൊക്കെ മെഷീൻസ് ആണ്, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണെന്ന് കൃത്യമായിട്ട് ഓരോ സ്പെസിഫിക് ഈച്ച് പേഴ്സൺസ് എന്താണ് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാതെ നമ്മളൊരു സർജറി അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കരുത് അത് ചെക്ക് ചെയ്യേണ്ടത്. എപ്പോഴും എന്താണ് അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും എക്യുപ്മെന്റ്സിന്റെ തകരാറുകൾ ഉണ്ടോ, അതെങ്ങനെ റിപ്പയർ ചെയ്യണം, എപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ മെഡിസിൻസിൽ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞതാണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് തന്നെ സ്പെസിഫിക് പേഴ്സൺസ് ഓരോ ഡ്യൂട്ടീസും അങ്ങനെ പ്രത്യേകമായിട്ട് ഓരോ ഡ്യൂട്ടീസ് അങ്ങനെ കുറെ സ്റ്റാഫുകൾക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിൽ തരുന്ന ഡ്യൂട്ടീസ് എന്താണ് കൃത്യമായിട്ട് തന്നെ അവര് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഓക്കെ, യെസ്. നമുക്ക് നോക്കാം എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് വിത്ത് ഡ്യൂട്ടീസ്. എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് പറയുന്നത് എമർജൻസി എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട്? എന്തൊക്കെയാണ് പറയുന്നത്? cardiac trolley with the defibrillator has to be readily available. Cardiac trolley, അതായത് defibrillator അടങ്ങുന്ന cardiac trolley ഈസി ആയിട്ട് തന്നെ അവൈലബിൾ ആയിരിക്കണം. അതൊരു എമർജൻസി എക്യുപ്മെന്റ് എമർജൻസി എക്യുപ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അത് എത്രയും പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കണം. ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം അത് ഉണ്ടാക്കുന്നത്. Then do all personnel know its locations. എല്ലാ പേഴ്സണൽസും എമർജൻസി എക്യുപ്മെന്റ്സുകൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എല്ലാ സ്റ്റാഫുകൾക്കും കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. ഓക്കെ, then specific duties of each person to be performed in connection with the emergency equipment, checking of medicines which are expired and preventive maintenance of equipments. എന്തൊക്കെയാണ് സ്പെസിഫിക് ഡ്യൂട്ടീസ് കൊടുക്കുന്നത് ഓരോ പേഴ്സൺസിലും? എന്തൊക്കെ സ്പെസിഫിക് ഡ്യൂട്ടീസ് ആണ് പറയുന്നത്? എന്തൊക്കെയാണ് പറയുന്നത്? എമർജൻസി എക്യുപ്മെന്റ്സുമായി വരുന്ന ഡ്യൂട്ടീസ് അല്ലെ. എമർജൻസി എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള മെയിൻ്റെനൻസ് വേണോ, റിപ്പയർ വേണോ, മെഡിസിൻസുകൾ എക്സ്പയർ ആയിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. മനസ്സിലായോ? അത് 3 പോയിന്റ്സ്. ക്ലിയർ ആണോ?
യെസ്. നെക്സ്റ്റ് വരുന്നത് administration must involve standard policies for protection of patients in operation theatre. Yes. Administration must involve standard policies for protection of patients in operation theatres. എന്താ അവിടെ പറയുന്നത്? തിയേറ്റേഴ്സിലെ രോഗികളുടെ സംരക്ഷണത്തിനുള്ള സ്റ്റാൻഡേർഡ് പോളിസികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ അതിൽ ഉൾപ്പെടുത്തേണ്ടത്? അതായത് തിയേറ്റേഴ്സിലെ രോഗികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള പോളിസീസുകൾ, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, നോക്കാം. എന്തൊക്കെ സ്റ്റാൻഡേർഡ് പോളിസീസ് ആണ്? രണ്ട് രീതിയിൽ പറയുന്നുണ്ട് അല്ലെ? ഇൻ റിക്കവറി റൂമിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തൊക്കെ സ്റ്റാൻഡേർഡ് പോളിസീസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് എന്താണ്? മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. എന്താണ് മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? രോഗിയെ തിരിച്ചറിയുന്നുള്ള രീതികൾ അല്ലെ? രോഗിയെ തിരിച്ചറിയുന്ന രീതികൾ എന്തൊക്കെയാണ്? തിരിച്ചറിയുന്ന രീതികൾ എന്തൊക്കെയാണ് രോഗിയെ? നെയിം ടാഗ് ഉണ്ടായിരിക്കും അല്ലെ? ഒരു ID കാർഡ് ഉണ്ടായിരിക്കും. പിന്നെ അത് കയ്യിൽ ബാഡ്ജ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഫയൽ ഉണ്ടാവും, അത് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ റെക്കോർഡ്സിലായിരിക്കും. മെഡിക്കൽ ഫയൽ ഉണ്ടായിരിക്കും, നെയിം ടാഗ് ഉണ്ടായിരിക്കും. അങ്ങനെ പല രീതിയിൽ നമുക്ക് പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള രീതിയിലുള്ള പോളിസികൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെയായിരിക്കും പേഷ്യന്റിനെ തിരിച്ചറിയാനായിട്ട്? ഡീറ്റെയിൽ ഫയൽ തന്നെയാണ് മെഡിക്കൽ റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത് അല്ലെ? മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കും, മെഡിക്കൽ ഫയൽ അല്ലെങ്കിൽ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ അല്ലെ? പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്ന പേരും അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ്, ഏജ്, അഡ്രസ്, പിന്നെ ഏത് രോഗമാണ്, ഏത് ഡോക്ടറാണ് അല്ലെ, ഏത് രീതിയിലുള്ള ചികിത്സകളാണ് കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചാർട്ട് ഉണ്ടാവും പേഷ്യന്റിന്റെ. ഓക്കെ, അതൊക്കെ വഴിയാണ് നമ്മളെ പേഷ്യന്റിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് നോട്ട് ചെയ്ത് എഴുതി വെച്ചോളൂ. മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എന്തൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് ടാഗ് ഉണ്ടായിരിക്കും അല്ലെ? പേഷ്യന്റ് ടാഗ്, നെയിം, അല്ലെങ്കിൽ എവിടെയാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഇപ്പൊ ഓപ്പറേഷൻ OT ആണെങ്കിൽ OT എന്നുള്ള ഒരു പേരുണ്ടായിരിക്കും. പിന്നെ ഏജ്, ഹോസ്പിറ്റൽ നെയിം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടായിരിക്കും അല്ലെ? പിന്നെന്താണ്? പേഷ്യന്റ് ചാർട്ട്സ് ഉണ്ടാവും, പേഷ്യൻസ് റെക്കോർഡ്സ്, ഫയല്, ചാർട്ട്സ്, ഇതൊക്കെ നോക്കിയാണ് പേഷ്യന്റിനെ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്താണ്? റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്, അതായത് ചലന സമയത്ത് രോഗിയുടെ നിയന്ത്രണം അല്ലെ? കൺട്രോൾ ദ മൂവ്മെന്റ്. എങ്ങനെയാണ് പേഷ്യന്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക? എങ്ങനെയായിരിക്കണം? എങ്ങനെ കൺട്രോൾ ചെയ്യാനായിരിക്കും? കെയർഫുൾ ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, അതിൽ എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം? അവരെ സ്ട്രെയിൻ ചെയ്യാതെ, യെസ് അല്ലെ? സ്ട്രെയിൻ ചെയ്യാതെ ആയിരിക്കണം അവരെ മൂവ് ചെയ്യിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ച് എന്താണ്, ഇപ്പൊ നടത്തി ഒന്നും കൊണ്ടുപോകാനായിട്ട് പാടില്ല അല്ലെ? നടത്തി പേഷ്യൻസിനെ കൊണ്ടുപോകാൻ പാടില്ല. ആ ഒരു സിറ്റുവേഷൻ ആയാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷെ എന്തായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത് അവിടെ? വീൽ ചെയർസ് ഉപയോഗിക്കുക അല്ലെ? വീൽ ചെയർ ആയിരിക്കും. അല്ലെങ്കിൽ ട്രോളി ആണോ? ട്രോളിയിൽ കൊണ്ടുപോകും പേഷ്യൻസിനെ? സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കാം അല്ലെ? സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ വീൽ ചെയർസ് ഉപയോഗിച്ചിട്ടായിരിക്കും പേഷ്യൻസിനെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. ഓക്കെ, യെസ്, ഓക്കെ, ശരിയാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ ബൈ ടേണിംഗ് ഓഫ് ട്രാൻസ്പെറൻറ്റ്.
Protection of patients on operating table while turning or transferring. എവിടെ നിന്നുള്ള പ്രൊട്ടക്ഷന്റെ കാര്യമാണ് പറയുന്നത്? ഓപ്പറേറ്റിംഗ് ടേബിളിൽ അല്ലേ? പേഷ്യൻസ് ഓപ്പറേറ്റിംഗ് ടേബിളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ ടേൺ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പ് വരുത്തിയിട്ട് വേണം അവരെ ടേബിളിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ടേൺ ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് ഓപ്പറേറ്റിംഗ് ടേബിളിൽ നിന്ന് മാറ്റുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. ഓക്കെ, വളരെ സേഫ് ആയിട്ട് വേണം അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ സ്ട്രക്ചറിലേക്ക് മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ വീൽചെയറിലേക്ക് മാറ്റുന്ന സമയത്ത് സെയിം ഹാൻഡ്ലിംഗ് ആയിരിക്കണം. നല്ല രീതിയിലുള്ള പൊസിഷനിങ് ചെയ്തിട്ട് വേണം പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ, യാതൊരു കാരണവശാലും പേഷ്യന്റ് താഴെ വീഴാനായിട്ട് പാടുന്നതല്ല. ഓക്കെ, യെസ്. അതിന്റെ ഒരു കാര്യം പറയുമ്പോഴാണ് എൻ്റെ ഒരു കസിൻ ഇങ്ങനെ ഹോസ്പിറ്റലില് ഐസിയുയിൽ കിടക്കുന്ന സമയത്ത്, ഐസിയുലല്ല തിയേറ്ററിലാണ്, റിക്കവറി റൂമിലായിരുന്നു. റിക്കവറി റൂമിൽ പേഷ്യന്റ് കിടക്കുമായിരുന്നു. അപ്പൊ അവന്റെ കൂടെ വേറൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. കുറച്ച് പ്രായമുള്ള ഒരാളായിരുന്നു, ഒരു 60-70 വയസ്സുള്ള ആള്. ആളുടെ സർജറി ഒക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന് കിടത്തിയതാണ്. അപ്പൊ ഇവന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ആള് കോൺഷ്യസ് ആയി തുടങ്ങി. അപ്പൊ കണ്ണ് തുറക്കുന്ന സമയത്ത് ഇവൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാല് ആ പേഷ്യന്റ് തനിയെ ബെഡിൽ നിന്ന് തനിയെ താഴേക്ക് വീണു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വീഴുന്ന ശബ്ദം കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാ സിസ്റ്റേഴ്സ് ഓടി വന്നു. പക്ഷെ ഒരു മണിക്കൂറിനുള്ളിൽ ആള് മരിച്ചുപോയി. ഓക്കെ, പേഷ്യന്റ് എന്താണെന്ന് അറിയില്ല, ചിലപ്പോ അൺകോൺഷ്യസ് ആയിരിക്കും, ചിലപ്പോ ബെഡിൽ കിടന്ന് ചിലർ മൂവ് ചെയ്യുമല്ലോ, ആ സമയത്തും ചിലപ്പോ താഴെ വീണിക്കാം. ഓക്കെ, അപ്പൊ അത് മരണകാരണത്തിലേക്ക് വരെ എത്തിച്ചേരാം. അപ്പൊ നമ്മള് പ്രത്യേകിച്ച് ഓപ്പറേറ്റിംഗ് ടേബിളൊക്കെ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരിക്കാൻ വേണം, സ്റ്റാഫുകൾ കൂടെ ഉണ്ടാവാൻ വേണം. അവരുടെ അടുത്ത് നിന്ന് വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം ഇത്തരത്തിൽ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, ഞാനൊരു റിയൽ ഉദാഹരണം ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും വേരിയേഷൻസ് മൂലം ചിലപ്പോൾ പേഷ്യൻസ് മൂവ് ചെയ്തിരിക്കാം. നിങ്ങൾ ചിലപ്പോ ഇതിലൊരു സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവർ കണ്ടിട്ടുണ്ടാവാം. ചില പേഷ്യൻസ് ചിലപ്പോൾ അൺകോൺഷ്യസ് ആയിട്ട് എന്താ പറയാ, ചിലപ്പോൾ മൂവ്മെന്റ്സ് ഒക്കെ കാണിക്കും. ചിലർക്ക് ഫിക്സ് വരാം അല്ലെ, സീഷർ വരുന്ന സമയത്തും ചിലപ്പോൾ നമ്മൾ കാണില്ല. ചിലപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് മാറുന്ന സമയത്ത് അതിന് ഫിക്സ് വരെ, ഫിക്സ് അല്ല വരുന്നത്. അതെ, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത മൂവ്മെന്റ്സ് ഒക്കെ പേഷ്യൻസ് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അത് ആ സർജറിയുടെ ചിലപ്പോൾ ആ ഒരു പെയിൻ മൂലം അല്ലെ അനസ്തേഷ്യയുടെ ആ ഒരു ഇതൊക്കെ മൂലം ചിലപ്പോൾ ആ ഒരു എന്താ പറയാ, ഒരു സഡേഷന്റെ ഒക്കെ ഒരു കാര്യത്തിൽ എന്തായിരിക്കും പേഷ്യൻസ് ഏത് രീതിയിലുള്ള ഒരു റിയാക്ഷൻ ആണ് കാണിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, യെസ്, ഇന്റേണൽസ് ബ്ലീഡിങ് വരാം. യെസ്, ഓക്കെ, യെസ്, വെരി ഗുഡ്. അങ്ങനെ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ ബൈ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിംഗ്. പേഷ്യൻസിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് ടേബിളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ട് വേണം അവരെ കൈകാര്യം ചെയ്യേണ്ടത്. ഇനി ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്. അടുത്ത പോളിസി എന്താണ് ഇവിടെ പറയുന്നത്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്. എന്താണ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്? സ്റ്റീറിയൽ ടെക്നിക്സുകൾ, അതായത് അണുബാധ തടയുന്നതിനുള്ള പ്രോട്ടോകോൾസുകൾ അല്ലെ, ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോൾസുകൾ നിർബന്ധമായിട്ടും തിയേറ്റേഴ്സിൽ പാലിച്ചിരിക്കണം. യെസ്, ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള പ്രോട്ടോകോൾസ് നിർദ്ദേശങ്ങൾ എവിടെയാണ്? തിയേറ്റേഴ്സിൽ കൃത്യമായിട്ട് തന്നെ പാലിക്കേണ്ടതാണ്. യാതൊരു വിധത്തിലും ഒരു തരത്തിലും ഇൻഫെക്ഷൻസ് പടരാതിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത് അല്ലെ. യെസ്, അതിന് വേണ്ട പ്രത്യേകമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ പോളിസീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് വരുന്ന എന്താണ്? മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന കുറച്ച് മാർഗങ്ങൾ. പ്രത്യേകിച്ച് പേഷ്യന്റിന്റെ ടാഗ്, നെയിം ടാഗ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫയല്, ചാർട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നോക്കിയിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിൽ പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഡീറ്റെയിൽസും അതിൽ കംപ്ലീറ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ വരുന്നത്. സെക്കൻഡ് വൺ എന്താണ്? റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യന്റ് ഡ്യൂറിങ് മൂവ്മെന്റ്. പേഷ്യന്റ് മൂവ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പേഷ്യന്റ് ചലന സമയത്ത് കൃത്യമായിട്ട് പേഷ്യന്റിനെ നിയന്ത്രിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവർക്ക് വീൽ ചെയർസ്, സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ട് വേണം അവരെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട്. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് on operating table
while turning on transferring. ഓപ്പറേറ്റിംഗ് ടേബിളിൽ നിന്ന് പേഷ്യൻസിന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വളരെയധികം പ്രൊട്ടക്ഷനോട് കൂടി തന്നെ ആയിരിക്കണം പേഷ്യൻസിന് നമ്മൾ ടേൺ ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്. അണുബാധ തടയുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള പ്രോട്ടോകോൾസുകളും തയ്യാറാക്കേണ്ടതാണ്. എല്ലാ പോളിസീസും അവിടെ അനുസരിക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയായിരിക്കും ഈ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാ അതിൽ ഉൾപ്പെടുത്താം? നമുക്ക് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസിൽ എന്തെല്ലാം ഉൾപ്പെടുത്താം? അണുബാധ തടയുന്നതിനുള്ള എന്തെല്ലാം നിയന്ത്രണങ്ങൾ നമുക്ക് അതിൽ കൊണ്ടുവരാം? ഫസ്റ്റ് വൺ PPE വെയർ ചെയ്യുക അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ വെയർ ചെയ്യുക. പിന്നെ എന്തൊക്കെയായിരിക്കണം? വേസ്റ്റ് മെറ്റീരിയൽസുകൾ എങ്ങനെയായിരിക്കും ഡിസ്പോസ് ചെയ്യേണ്ടത്? വേസ്റ്റ് മെറ്റീരിയൽസുകൾ നമ്മുടെ ലേബിൾഡ് ആയിട്ടുള്ള ബാഗുകളിലേക്ക്, ലേബിൾഡ് ഹസാർഡ് ബാഗ്സിലേക്ക് നീക്കം ചെയ്യും. അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സിനെ നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റാനായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. പിന്നെ പുറത്തുനിന്ന് ആര് വന്നാലും എന്താണ്, PPE വെയർ ചെയ്തതിന് ശേഷം PPE വെയർ ചെയ്യാൻ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. പിന്നെ തിയേറ്റേഴ്സിന്റെ മുമ്പിൽ കൂടിയുള്ള പാസേജസുകൾ ഒഴിവാക്കണം അല്ലെ. തിയേറ്റർ മുമ്പിൽ അനധികൃതമായിട്ട് ആരും തന്നെ പാസ് ചെയ്ത് പോകാനായിട്ട് പാടില്ല. പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി ആരും പോകാൻ പാടില്ല. പ്രത്യേകിച്ച് തിയേറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്നവർ മാത്രമായിരിക്കണം പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി പോകാനായിട്ട് പാടുള്ളൂ. ഇനി സോയിൽഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഏത് പാസേജിൽ കൂടി ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്? അതിനുവേണ്ടി മാത്രമായിട്ടുള്ള പാസേജ് ഉണ്ടാവും അല്ലെ. വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുപോകാനുള്ള പാസേജ് ഉണ്ടായിരിക്കും. അതിൽ കൂടി മാത്രമായിരിക്കണം വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പ്രിക്കോഷൻസ് ഒക്കെ ആയിരിക്കുള്ളൂ ഇൻഫെക്ഷൻ തടയാനായിട്ട് തിയേറ്റേഴ്സിൽ പ്രധാനമായി എടുക്കുന്ന പോളിസീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് 4 പോയിന്റ്സുകൾ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് റിക്കവറി റൂമില്, അതായത് റിക്കവറി റൂം എന്ന് പറഞ്ഞ എന്താണ്? റിക്കവറി റൂം ആഫ്റ്റർ സർജറി അല്ലെ, സർജറിക്ക് ശേഷമുള്ള റൂമാണ് എന്ത്? റിക്കവറി റൂമിലായിരിക്കും പേഷ്യൻസ് ഉണ്ടായിരിക്കുന്നത്. യെസ്, അപ്പൊ അവിടെ പാലിക്കേണ്ട കുറച്ച് പോളിസീസുകളാണ് ഇവിടെ ഇനി നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോംഡ് എവറി 50 minutes. യെസ്, ഒബ്സർവേഷൻ റൂം എന്ന് നമുക്ക് ഇതിനെ പറയാം അല്ലെ. റിക്കവറി റൂമിനെ നമുക്ക് മറ്റൊരു അതർ നെയിം എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവേഷൻ റൂം എന്ന് നമുക്ക് പറയാം. മോസ്റ്റ്ലി നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിരിക്കുന്നത് റിക്കവറി റൂം എന്നായിരിക്കും. അതിന് ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ, ബോർഡ് ഉണ്ടായിരിക്കും റിക്കവറി റൂം എന്ന് പറഞ്ഞിട്ട്. യെസ്, അപ്പോ എവറി 50 minutes ആഫ്റ്റർ ദ സർജറി ഇൻക്ലൂഡിംഗ് വൈറ്റൽ സൈൻസ്, ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, ബ്ലീഡിംഗ് എക്സെട്ര. അപ്പൊ പേഷ്യന്റ് ഒബ്സർവേഷൻ ആണ് റിക്കവറി റൂമിൽ നടക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കണം? ഏകദേശം ഒരു എവറി 50 minutes കൂടുന്ന സമയത്തും പേഷ്യന്റിന് എന്ത് ചെയ്യണം? നമ്മള് എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ചെക്ക് ചെയ്യേണ്ടത് പേഷ്യന്റിന്റെ? വൈറ്റൽ സയൻസുകൾ അല്ലെ. വൈറ്റൽ സയൻസിൽ ഏതൊക്കെയാണ്? ബയോമെട്രിക് വാല്യൂസ് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? പൾസ്, ടെമ്പറേച്ചർ, പിന്നെ പേഷ്യന്റ് കോൺഷ്യസ് ആണ് അല്ലെ, നമ്മൾ പറയുന്ന പ്രതികരണങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, കമാൻഡ്സുകൾ കേൾക്കുന്നുണ്ടോ. ഇപ്പൊ ഡോക്ടർ കണ്ണ് തുറക്കാൻ പറയുമ്പോ അത് ആ കമാൻഡ്സുകൾ പേഷ്യന്റ് അത് കേൾക്കുന്നുണ്ടോ, അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, കോൺഷ്യസ് ആണോ, ബ്ലീഡിങ് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഏകദേശം ഒരു 15 minutes കൂടുമ്പോൾ തന്നെ എന്താണ്? ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, യെസ്, patient observation to be performed every 50 minutes after the surgery including vital signs, level of consciousness and bleeding etc. Okay, then all equipment should be ready on demand. ഇനി റിക്കവറി റൂമിൽ എന്തായിരിക്കണം? ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. എല്ലാ ഉപകരണങ്ങളും എന്താണ്? ആവശ്യാനുസരണം തയ്യാറായിരിക്കണം. എല്ലാ എക്യുപ്മെന്റ്സുകളും അവിടെ ആവശ്യാനുസരണം തയ്യാറായിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം?
ഇപ്പൊ പേഷ്യന്റ് സർജറി കഴിഞ്ഞ് റിക്കവറി റൂമിലാണെങ്കിൽ കൂടിയും നമ്മൾക്ക് പ്രെഡിക്റ്റബിൾ അല്ല ഒരിക്കലും അല്ലെ. പേഷ്യന്റിന്റെ കണ്ടീഷൻസ് നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ സാധിക്കും. ഏത് സമയത്തും നില വഷളാവാം അല്ലെ. അപ്പൊ എമർജൻസി സാഹചര്യങ്ങൾ എപ്പോ വേണമെങ്കിലും വന്നിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരിക്കലും അത് നമുക്കത് ഇനി പേഷ്യന്റ് ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഏകദേശം ഒരു കണക്ക് പറയാൻ പറ്റും. എങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് എന്താണ് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു മൂവ്മെന്റ്സ് ഒക്കെ പേഷ്യന്റിൽ നിന്ന് ഉണ്ടായിരിക്കും. എമർജൻസി സിറ്റുവേഷൻ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അതിനായിട്ട് തന്നെ എന്താണ് എല്ലാ ഉപകരണങ്ങളും തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, എല്ലാ ഉപകരണങ്ങളും ആവശ്യാനുസരണം എന്താണ് തയ്യാറായിരിക്കണം. Then restriction of visitors to prevent infection. Last point എന്താണ്? Restriction of visitors to prevent infection. എന്താ പറയുന്നത്? വിസിറ്റേഴ്സിന് അലൗഡ് ആണോ അവിടെ? അണുബാധ തടയുന്നതിനായിട്ട് സന്ദർശകരെ നമ്മൾ കൃത്യമായിട്ട് നിയന്ത്രിച്ചിരിക്കണം. വിസിറ്റേഴ്സിനെ കൺട്രോൾ ചെയ്തിരിക്കണം. അല്ല, അലൗഡ് അല്ല. വിസിറ്റേഴ്സ് ഒരിക്കലും അവിടെ അലൗഡ് അല്ല. കാര്യം റിക്കവറി റൂം ആണെങ്കിൽ പേഷ്യൻസിനെ കാണാനായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ ഒരു കാരണവശാലും വിസിറ്റേഴ്സിനെ റെസ്ട്രിക്ട് ചെയ്തേ മതിയാവൂ. കൺട്രോൾഡ് ആയിട്ട് വേണം, അല്ലെങ്കിൽ ദൂരെ നിന്ന് കാണാനുള്ള ഒരു സൗകര്യം മാത്രമായിരിക്കണം ഒരിക്കലും അകത്തേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. എന്തെങ്കിലും വിധത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ വിസിറ്റേഴ്സിനെ കൃത്യമായിട്ട് എന്താണ് റെസ്ട്രിക്ട് ചെയ്തിരിക്കണം. ഓക്കെ ഓക്കെ, നമ്മളത് ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. വിസിറ്റേഴ്സ് അലൗഡ് അല്ല എന്നുള്ളത് ആ ഒരു ബോർഡ് അവിടെ ഉണ്ടായിരിക്കും, ആ ഒരു നോട്ടീസ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെയാണ് റിക്കവറി റൂമിൽ പാലിക്കേണ്ട കുറച്ച് പോളിസീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? patient observation to be performed every 50 minutes after the surgery, including vital signs, level of consciousness and bleeding, etc. Then all equipment should be ready on demand. എല്ലാ equipmentsകൾ എന്താണ് ആവശ്യാനുസരണം ലഭ്യമായിരിക്കണം. Then restriction of visitors to prevent infections. അണുബാധ തടയാനായിട്ട് സന്ദർശകരെ നമ്മൾ നിയന്ത്രിച്ചിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാൻഡേർഡ് പോളിസീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്. ഓക്കെ, യെസ്. ദെൻ നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് responsibility of an operating room executive secretary. Responsibility of an operating room executive secretary. Operating room executive സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹമാണ് തിയേറ്റേഴ്സ് ഓൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? Operating room executive secretary keep the department running smoothly and effectively by greeting and welcoming patients. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് സെക്രട്ടറി keep the department during തന്നെ വരുന്നത് ഡിപ്പാർട്ട്മെന്റ് റണ്ണിങ് സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി ബൈ ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിംഗ് പേഷ്യൻസ്. പേഷ്യൻസിനെ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത്? പേഷ്യൻസിനെ ഗ്രീറ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ വെൽക്കമിങ്, നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നതും അല്ലെ, നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് ഗ്രീറ്റ് ചെയ്ത് അവരെ സ്വീകരിക്കുന്നതിന്റെ ഡ്യൂട്ടി ആരുടേതാണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടേതാണ്. ഓക്കെ, അദ്ദേഹമാണ് പേഷ്യൻസിനെ വെൽക്കം ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ആൻസറിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. അതായത് സർജറിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുമായിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസ്, എല്ലാ ചോദ്യങ്ങൾക്കുള്ള അതായത് സംശയങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നത് ആരാണ്? അദ്ദേഹമാണ്. എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നതും എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. Then these workers operate office equipments that include voicemail and phone system, machines, copies and scanners, and also maintain and organize department supplies. ഇനി
ആ ഇദ്ദേഹം എന്തൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ്സുകൾ അല്ലെ? ഓഫീസ് എക്യുപ്മെന്റ്സുകൾ കൈകാര്യം ചെയ്യുന്നു. ഓഫീസ് എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ്? വോയിസ് മെയിലുകൾ അല്ലെ? വോയിസ് മെയിൽസുകൾ അയക്കുന്നത്, ഫോൺ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്, മെഷീൻസ്, കോപ്പീസ് ആൻഡ് സ്കാനേഴ്സ് ആൻഡ് മെയിൻറ്റെയിൻ ഓർഗനൈസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ്. അതായത് തിയേറ്ററിലേക്കുള്ള എല്ലാ സപ്ലൈസുകൾ കൈകാര്യം ചെയ്യുന്നതും ഓഫീസ് എക്യുപ്മെന്റ്സുകൾ കൈകാര്യം ചെയ്യുന്നതും ആരാണ്? എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. ഓഫീസ് എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ദാറ്റ് ഇൻക്ലൂഡ് വോയിസ് മെയിൽ, ഫോൺ സിസ്റ്റം, മെഷീൻസ്, കോപ്പീസ് ആൻഡ് സ്കാനേഴ്സ് ആൻഡ് അവിടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. അതോടൊപ്പം തന്നെ എന്താണ്? എല്ലാ സപ്ലൈസും എല്ലാ ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഡ്യൂട്ടിയും എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. ഓക്കെ, മനസ്സിലായോ? തേർഡ് പോയിന്റ്. Then they accept route messages and transfer correspondence verbally or through write form. They accept route messages and transfer correspondence verbally or through write forms. എന്താണ്? അവര് റൂട്ട് മെസ്സേജുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. റൂട്ട് മെസ്സേജ് എന്ന് പറഞ്ഞ എന്താണ്? റൂട്ട് മെസ്സേജസ് മെസ്സേജ് പാസ് ചെയ്യുന്നതിനാണ് റൂട്ട് മെസ്സേജ് എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന മെസ്സേജസ് ഉണ്ടാവാം, കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന മെസ്സേജസ് ഉണ്ട്. അതൊക്കെ പാസ് ചെയ്യുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെ കറസ്പോണ്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ? ഈ വരുന്ന മെസ്സേജുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കറസ്പോണ്ടൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്നൊരു മീനിങ് ആണ് അല്ലെ? ആശയവിനിമയം എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വരുന്ന റൂട്ട് മെസ്സേജസുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ആശയവിനിമയം നടത്തുന്നതും സ്വീകരിക്കുന്നതും പാസ് ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി ആരുടേതാണ്? ഇദ്ദേഹത്തിൻ്റെതാണ്. ഇനി അതെങ്ങനെയായിരിക്കും? അതിന് തിരിച്ച് അതിന്റെ ഒരു റെസ്പോൺസ് കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ വെർബലി ആയിരിക്കും അല്ലെ? ഒന്നില്ലെങ്കിൽ വാക്കാലായിരിക്കും അതിന്റെ മറുപടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഫോമിലായിരിക്കും? റൈറ്റ് അല്ലെങ്കിൽ എഴുതിയായിരിക്കും അല്ലെങ്കിൽ ആ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ റൂട്ട് മെസ്സേജുകളും ആക്സെപ്റ്റ് ചെയ്യുന്നതിനും അതിന് തിരിച്ചുള്ള മറുപടികൾ വാക്കാലെയോ അല്ലെങ്കിൽ വെർബലി എന്ന് ഉദ്ദേശിക്കുന്നതാണ് വാക്കാലെയോ അല്ലെങ്കിൽ റൈറ്റ് ഫോം അല്ലെങ്കിൽ എഴുതിയായിരിക്കും അദ്ദേഹം ആ മെസ്സേജിനുള്ള മറുപടികൾ തിരിച്ചയക്കുന്നത്. ഓക്കെ, ഇതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. Then additional duties consist of taking specimens to the lab, helping scheduling procedures, supporting the department through updating bed status. ഇനി അദ്ദേഹത്തിന് ഈ ഡ്യൂട്ടീസുകൾ കൂടാതെ മറ്റ് അഡീഷണൽ ഡ്യൂട്ടീസ് കൂടി വരുന്നുണ്ട്. ഇപ്പൊ ഓഫീസ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ്ക്ക് എന്താണ്? അഡീഷണൽ ഡ്യൂട്ടീസ്, എക്സ്ട്രാ ഡ്യൂട്ടീസിൽ വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അതിൽ വരുന്നത്? ഒന്ന് സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാബിലേക്ക് മാതൃകൾ കൊണ്ട് അല്ലെ? സ്പെസിമെൻ മാതൃക ലാബ്സിലേക്ക് ഉണ്ടാകാനുള്ള സ്പെസിമെൻസ് കൊണ്ടുപോവുക. പിന്നെന്താണ്? ബെഡ് സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുക അല്ലെ? ബെഡ്സ് കൃത്യമായിട്ട് അവൈലബിൾ ആണോ എന്നതിന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഡീഷണൽ ഡ്യൂട്ടീസിലായിട്ട് വരുന്നത്. അതായത് എന്താണ്? അതായത് ഒന്നെങ്കിൽ ലാബുകളിലേക്ക് സാമ്പിളുകൾ കൊണ്ടുപോകുക. അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? സാമ്പിളുകൾ കൊണ്ടുപോകുക. അല്ലെങ്കിൽ പിന്നെ എന്താണ്? ബെഡ് സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെയാണ് അദ്ദേഹം അഡീഷണൽ ഡ്യൂട്ടി ആയിട്ട് തിയേറ്റേഴ്സിൽ കൈകാര്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, then maintaining cleanness and orderliness in like cleaning nurses stations. എന്താണ്? maintaining and cleanliness and orderliness like cleaning nurses stations. എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അവിടെ പറയുന്നത്? maintaining cleanliness or orderliness. എന്താണ്? നമുക്ക് മനസ്സിലായില്ല എന്താണെന്ന്? പറയൂ. മെയിൻറ്റെയിനിങ് ക്ലീൻനെസ് ആൻഡ് ഓർഡർനെസ്. നമുക്കത് പറയാലോ. എന്താണ്?
മെയിൻറ്റെയിനിങ് ക്ലീൻനെസ് ആണ് ഓർഡർലെസ്സിൽ വൃത്തിയും ചിട്ടയുമായിട്ട് അല്ലെ ഓർഡറിലായിട്ടും ക്ലീൻ ആയിട്ടും ആയിരിക്കും ആ തിയേറ്റേഴ്സ് കംപ്ലീറ്റഡ് ആയിട്ട് തിയേറ്റേഴ്സിലെ എല്ലാ വിഭാഗങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളും അദ്ദേഹം അതായത് നമ്മൾ പറഞ്ഞു ഇന്റർ കണക്റ്റഡ് റൂംസ് ആണ് അതിനകത്തുള്ളത് അല്ലെ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഇന്റർ കണക്റ്റഡ് റൂംസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ അതിലെങ്ങനെയായിരിക്കണം വെൽ പ്രിക്കോഷൻസ് തന്നെയായിരിക്കും എടുക്കേണ്ടത്. അപ്പൊ വളരെ ക്ലീൻഡ് ആയിരിക്കും ഓർഡറിലായിരിക്കും എന്തുണ്ടാവുക ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ടായിരിക്കുക. അത് എവിടെ പോലെയുള്ള ക്ലീനിങ് നഴ്സ് സ്റ്റേഷൻ. ഇപ്പൊ നമ്മള് നേഴ്സ് സ്റ്റേഷൻ കണ്ടിട്ടില്ലേ? നേഴ്സിംഗ് സ്റ്റേഷൻസ് എങ്ങനെയായിരിക്കും? വളരെ വൃത്തിയായിരിക്കും അല്ലെ? നേഴ്സിംഗ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ നിങ്ങള്? യെസ്, വളരെ ക്ലീൻ ആയിരിക്കും. എല്ലാം ഇപ്പൊ ഒരു പെൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെഡിസിൻസ് ആയിക്കോട്ടെ ട്രേസുകളായിക്കോട്ടെ റെക്കോർഡ്സുകളായിക്കോട്ടെ പക്ക ആയിട്ടായിരിക്കും അവർ വെച്ചിരിക്കുന്നത് അല്ലെ? ക്ലീൻ ആയിട്ട് വളരെ ഓർഡർ ആയിട്ടായിരിക്കും അത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും എന്ത് ഓപ്പറേറ്റിംഗ് റൂംസും അദ്ദേഹം ക്ലീൻ ആയിട്ടും ഓർഡർലെസ് ആയിട്ടായിരിക്കും എന്ത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക. അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അതായത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വരുന്നത് എന്താണ്? Executive secretaries may also be responsible for managing and training new clerical within the operating room department. Executive secretaries may also be responsible for managing and training new clerical within operating room department. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ എന്താണ്? അതായത് ഓപ്പറേഷൻ റൂമിന്റെ പുതിയ ഡിപ്പാർട്ട്മെന്റ്സിൽ പുതിയ ക്ലറിക്സുകൾ അല്ലെ ന്യൂ ക്ലറിക്കുകളെ അല്ലെങ്കിൽ ന്യൂ സ്റ്റാഫുകൾ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? അവർക്ക് വേണ്ട വിധത്തിലുള്ള ട്രെയിനിങ്ങുകളും അവരെ മാനേജ് ചെയ്യുന്നതിന്റെ ഡ്യൂട്ടിയും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. യെസ്, ന്യൂ ക്ലർക്കുകൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങളും അവർ അപ്പോയിന്റ് ചെയ്യുന്നതൊക്കെ ആരുടെ ഡ്യൂട്ടിയിലാണ് ഉൾപ്പെടുന്നത്? എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് അതിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, യെസ്, ഒന്നുകൂടി നോക്കാം എന്തൊക്കെയാണ് ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടികൾ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്? പേഷ്യൻസിനെ നല്ല രീതിയിൽ വാം വെൽക്കം ചെയ്യുന്ന രോഗികളെ അഭിവാദ്യം ചെയ്ത് അവരെ സ്വീകരിക്കുന്നതിന്റെ ഡ്യൂട്ടി എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടേതാണ്. ദെൻ ആൻസറിങ് ഏതാണ് പറയേണ്ടത്? വായിക്കാം രമേശ്. നമ്മൾ ഒന്നുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് വരുന്ന എന്താണ്? ഗ്രീറ്റിംഗ് ചെയ്യുക, വരുന്ന പേഷ്യൻസിനെ സ്മൂത്ത് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും വളരെ കാര്യക്ഷമമായിട്ട് എന്താണ് അവരെ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്, എല്ലാ സംശയങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നതും അദ്ദേഹമാണ്. പിന്നെ അവര് എന്താണ്? ദീസ് വർക്കേഴ്സ് ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ്സുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഒന്ന് വോയിസ് മെയിൽസ്, ഫോൺ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്, മെഷീൻസ്, കോപ്പീസ്, സ്കാനേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന അത്തരത്തിലുള്ള ഓഫീസ് എക്യുപ്മെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി അദ്ദേഹമാണ്. ഇത് മാത്രമല്ല ആൾസോ മെയിൻറ്റെയിൻ ആൻഡ് ഓർഗനൈസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസുകൾ ഓർഗനൈസ് ചെയ്യുന്നതും അദ്ദേഹമാണ്. Then transmit route messages and transfer correspondence verbally or through write form. അദ്ദേഹം മെസ്സേജസുകൾ സ്വീകരിക്കുകയും കൃത്യമായിട്ട് മറുപടി, അതായത് മറുപടി എങ്ങനെയായിരിക്കും? ഒന്നില്ലെങ്കിൽ വെർബലി ആയിട്ട് അല്ലെങ്കിൽ വാക്കാലെയോ അല്ലെങ്കിൽ റിട്ടേൺ ഫോമിലായിരിക്കും അദ്ദേഹം അതിനുള്ള മറുപടികൾ തിരിച്ചയക്കുന്നത്. Then additional duties എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ്? സ്പെസിമെൻ ടു ദ ലാബ്, അതായത് ലാബിലേക്ക് കൊണ്ടുപോകാനുള്ള മാതൃകകൾ, ലാബ് ടെസ്റ്റിൽ കൊണ്ടുപോകാനായിട്ടുള്ള പ്രത്യേകം മാതൃക, സാമ്പിൾ എന്ന് പറയില്ല നമ്മള്, സാമ്പിളൊക്കെ കൊണ്ടുപോകുന്നതിന്റെ ഡ്യൂട്ടി ആരുടേതാണ്? സ്പൈസ്മെൻ എന്ന് പറഞ്ഞത് ലാബ് മാതൃക അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന സാമ്പിളുകളൊക്കെ കൊണ്ടുപോകുന്നതിന്റെ അഡീഷണൽ ഡ്യൂട്ടിയും എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടേതാണ്. അതോടൊപ്പം തന്നെ എന്താണ്? ബെഡ് സ്റ്റാറ്റസുകളും അപ്ഡേറ്റ് ചെയ്യുന്നത്, ബെഡ്സിന്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്നതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി ആരുടേതാണ്? ഇദ്ദേഹത്തിൻ്റെതാണ്. ദെൻ തിയേറ്റേഴ്സിലെ ക്ലീൻനെസ്സും ഓർഡർനെസ്സും ഒക്കെ നേഴ്സിംഗ് സ്റ്റേഷനിലെ പോലെ നിലനിർത്തുന്നതിന്റെയും ഡ്യൂട്ടി ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ന്യൂ ക്ലറിക്കൽ സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുന്നതും അവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നതും അതിന്റെ റെസ്പോൺസിബിലിറ്റിയും ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടേതാണ്. അദ്ദേഹമാണ് കംപ്ലീറ്റഡ് ആയിട്ട് തിയേറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഏതെങ്കിലും ഒരു പോയിന്റില്?
ക്ലിയർ ആണോ? ഓക്കെ. Fourth point of they accept and route messages and transfer correspondence verbally or through write form. അതായത് സന്ദേശങ്ങളിൽ അയക്കുന്ന സന്ദേശം മെസ്സേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? സന്ദേശങ്ങൾ സ്വീകരിക്കുകയും അതെന്താണ് അത് ഫോമിൽ അതിന്റെ മറുപടികൾ അയക്കുന്നത് തിരിച്ചതിന്റെ മറുപടികൾ കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ അദ്ദേഹം വാക്കാലായിരിക്കും, ഒന്നിൽ ഫോണിലായിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺ ഫോമിലായിരിക്കും, എഴുതിയായിരിക്കും, പേപ്പറിലോ അല്ലെങ്കിൽ കോഴ്സിൽ എഴുതിയിട്ടായിരിക്കും അതിനുള്ള മറുപടികൾ തിരിച്ചയക്കുന്നത്. ഓക്കെ. കൃത്യമായിട്ട് അവിടെ എന്താ നടക്കുന്നത്? മെസ്സേജസ് കൺട്രോൾ ചെയ്യുന്ന സന്ദേശങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഡ്യൂട്ടി ആരുടേതാണ്? എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഫോർത്ത് പോയിന്റ്. ഇനി ഏതാണ്? ഇനി ഏതെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? പറയൂ. ഓക്കെ, മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ എന്നൊരു ചാപ്റ്റർ തീർന്നു. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ലേബർ റൂം ആണ് കേട്ടോ. അപ്പൊ ചാപ്റ്റർ ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോരാ, കയ്യിലുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്ന് പോരാ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് മൺഡേ നമ്മുടെ ലേബർ റൂം സ്റ്റാർട്ട് ഇടും. ഓക്കെ. സാമ്പിൾസ് കൊണ്ടുപോകില്ലേടോ ലാബിലേക്ക്? സാമ്പിൾസ് കൊണ്ടുപോകുന്നതിന്റെ ഡ്യൂട്ടിയും അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. അത് അഡീഷണൽ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. അഡീഷണൽ ഡ്യൂട്ടീസ് എപ്പോഴാണ് വരുന്നത്? എങ്ങനെയായിരിക്കും നമുക്ക് അഡീഷണൽ എക്സ്ട്രാ ഡ്യൂട്ടി വരാൻ കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കാം അഡീഷണൽ ഡ്യൂട്ടി വരുന്നത്? എക്സ്ട്രാ നമുക്കൊരു ഡ്യൂട്ടി വരുമ്പോ എങ്ങനെയാണ്? ഷോർട്ടേജസ് ഓഫ് സ്റ്റാഫ് അല്ലെ? ഏതെങ്കിലും സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അദ്ദേഹമായിരിക്കും അത് ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം സാമ്പിളുകൾ ലാബിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. സ്റ്റാഫുകൾ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അഡീഷണൽ ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിന്റെ. വെബ് സ്റ്റാറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതും സാമ്പിൾസ് ഒക്കെ കൊണ്ടുപോകുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിട്ട് പറയാം. നമുക്ക് അഡീഷണൽ ഡ്യൂട്ടി ആയിട്ട് തന്നെ അതിനെ പറയാം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. യെസ്, ലേബർ റൂം നമ്മൾ 1ഉം 2ഉം മൊഡ്യൂളും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കും കേട്ടോ. ചിലപ്പോ ഒരേപോലെ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എടുക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ? ഓക്കെ, ചാപ്റ്റർ നമ്പർ ഇവിടെ പലരിലും പല രീതിയിലായിരിക്കും നമ്പർ എടുക്കുന്നത്. ചാപ്റ്റർ 29 ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് 2ലായിരിക്കും എടുക്കുന്നത് ലേബർ റൂം. പേര് നോക്കി എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ.